നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 28-ാം തീയതി 1201 ആണ്ട് മകരമാസം 14-ാം തീയതി. ഇപ്പോൾ മകരം 14, ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം, ഉദയ നക്ഷത്രം വന്നിരിക്കുന്ന കാർത്തികയാണ്. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ സമയമല്ല. കാർത്തിക നക്ഷത്രം ഇന്ന് കുറച്ച് നേരമേ നിൽക്കത്തുള്ളൂ. ഒരു 9:30 മണിയൊക്കെ കഴിയുമ്പോൾ, രാവിലെ 9:30 മണിയൊക്കെ കഴിയുമ്പോൾ കാർത്തിക നക്ഷത്രം മാറി രോഹിണി നക്ഷത്രത്തിലേക്ക് പോകും. എന്നാലും നമുക്ക് ബർത്ത്ഡേ എടുക്കുമ്പോൾ കാർത്തിക നക്ഷത്രം തന്നെ എടുക്കാം. 6 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ ആ നക്ഷത്രം എടുക്കണമെന്നാണ്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രം തന്നെയാണ് ബർത്ത്ഡേ. ബാക്കിയുള്ളവർക്ക് 9 മണി കഴിയുമ്പോൾ അടുത്ത നല്ല സമയത്തിലേക്ക് പോകും. നമ്മൾ ഓഫീസിലേക്ക് എത്തി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നല്ല കാര്യം. ഇന്നത്തെ ദിവസത്തെ എടുക്കുമ്പോൾ രാവിലെ കൊള്ളൂലെങ്കിൽ പോലും അങ്ങോട്ട് നമുക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ നല്ല കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം. ഒരു 9 മണിക്ക് ശേഷം ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓഫീസിലൊക്കെ എത്തി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സമയമാവും. പക്ഷേ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ, മകരമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബുധനാഴ്ചയാണ് വന്നിരിക്കുന്നത്. ബുധൻ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. ജോലി പുരോഗതി, സാമ്പത്തിക നേട്ടം, അതുപോലെ ബിസിനസ് പുരോഗതി ഉണ്ടാവുക, പുതിയ പുതിയ സംരംഭങ്ങളിൽ തുടങ്ങുക, അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുക, ഉപരിപഠനത്തിന് ഉള്ള അവസരം തെളിയുക, പഠിത്തം ബ്ലോക്കായി നിൽക്കുന്നവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയ അനുകൂലപ്രദമായ കാലയളവാണ്. അതുകൊണ്ട് അതിനെല്ലാം ഇറങ്ങണം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 12 തൊട്ട് 1:30 മണി വരെ എന്ന് രാവുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാലം 12 മണിക്ക് അല്ല തുടങ്ങുന്നത്. രാവുകാലം 12:37 ആരംഭിക്കുകയുള്ളൂ. നോക്കുക, 37 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അത് 1:30 തീരൂല. 2 മണി 4 മിനിറ്റിനേ രാവുകാലം അവസാനിക്കുകയുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയമുണ്ട്, ഗുളികനും യമകണ്ഠനും. ഗുളികൻ്റെ സമയം പറഞ്ഞത് 11:11 തൊട്ട് 12:37 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 8:17 തൊട്ട് 9:44 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് അല്ലെങ്കിൽ ശുഭകാര്യം ചെയ്ത് തീരുള്ളൂ എന്നുണ്ടെങ്കിൽ മുഹൂർത്തമുണ്ട് എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 12:13 തൊട്ട് 12:13 തൊട്ട് 1 മണി 1 മിനിറ്റ് വരെ പറഞ്ഞ സമയം 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് ആ സമയം തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ട വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മാത്രമേ കുറച്ച് കൊള്ളാതെ ഉള്ളൂ, ബാക്കി സമയം കൊള്ളാം. 9-9:30 മണി തൊട്ട് നല്ല സമയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.